ഓക്കെ, അപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കാം. ഇതില് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസസ് ബിലോ. ഇവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ സീക്വൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ഇപ്പൊ അതിന്റെ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അതിന്റെ ഇപ്പൊ എത്രാമത്തെ ടേം ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താകുന്നുണ്ട്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണോ? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ബേസിക് കാര്യം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 1 3 5 7 9 എക്സെട്ര. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതിനൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്ക് ഈ ചാപ്റ്റർ തന്നെ മെയിൻ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ശരിക്കും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഫോർമുല പറയുന്നതിന് മുന്നേ ആണ് എന്ത് പറയുന്നത്, ഈ ഒരു സെക്ഷൻ വരുന്നത്. സോ നമ്മളിപ്പോൾ തൽക്കാലത്തിന് ആ ഫോർമുല ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ഓക്കെ, എനിവേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കാം. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഫസ്റ്റ് ഓർഡർ നമ്പർ 1 ആണല്ലോ. 1നെ നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ? 2 into 1 minus 1 എന്ന് എഴുതിക്കൂടെ? അത് കറക്റ്റ് അല്ലേ? 2 minus 1 1 കിട്ടൂല, അത് കറക്റ്റ് അല്ലേ? ഇനി ഇതൊന്ന് നോക്ക്. അതേമാതിരി അടുത്ത ഈ ഓർഡർ നമ്പർ ആയിട്ടുള്ള 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 4 4 minus 1 3 കറക്റ്റ് ആണോ? അടുത്തത് എന്ത് വരും? 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5നെ നമുക്ക് 2 into 3 6 minus 1 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 minus 1. ഓക്കെ ആണോ? ഐഡിയ കിട്ടിയോ? അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ പാറ്റേൺ മനസ്സിലായി കരുതുന്നു. 9 അപ്പൊ എന്ത് വരും? 9നെ നമ്മൾ എങ്ങനെ എഴുതും? 9നെ നമ്മൾ 2 into 5 minus 1. ഓക്കെ ആണോ? അപ്പോൾ ഇതിന്റെ അർത്ഥം nth ഓഡ് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? nth ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? 2 into n minus 1 ആണോ? ഇത് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടി, n-ന് നമ്മൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓഡ് നമ്പർ കിട്ടി, n-ന് 3 കൊടുക്കുമ്പോൾ. അപ്പോൾ nth ഓഡ് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്ത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് ക്ലിയർ ആണ് കരുതുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് പോവാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ റിമൈൻഡർ 1 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കണക്ഷൻ. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തൊന്ന് ശ്രമിച്ചു നോക്കാം. 2 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സീക്വൻസ് എന്ത് വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരെ പറയുമ്പോൾ 1 ഒരു സംഖ്യയാണ് ആണോ? പിന്നെ 4, പിന്നെ അത് കൂടെ ഒക്കെ 3 ആഡ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. 7 10 എക്സെട്ര. ഈ സീക്വൻസ് ആയിരിക്കും. നമുക്ക് ഇതിന്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ, എഴുതുന്ന കാര്യം ശ്രദ്ധിച്ചോ. 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 into 1 minus 2 എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? അതായത് 3 minus 2 1. അടുത്തത് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2 minus 2 എന്ന് എഴുതാം. 6 minus 2 4. കറക്റ്റ് അല്ലേ? അപ്പൊ അടുത്ത എന്താ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. 3 into 3 9 minus 2. ഓക്കെ ആണോ? 7. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 4 12 minus 2 10. കറക്റ്റ് ആണോ? അപ്പോൾ നമുക്ക് ഈ സീക്വൻസിലെ nth ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? ഒന്നാമത്തെ ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 3 into 1 minus 2. രണ്ടാമത്തെ ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 3 into 2 minus 2. അപ്പൊ nth ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 into n minus 2. വെറുതെ 3n എന്ന് എഴുതി കഴിഞ്ഞാൽ 3 into n ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ് കരുതുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഇത് കണ്ടു പേടിക്കണ്ട. ഇനി ഇത് കിട്ടുന്നില്ല വെച്ചിട്ട് ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ചാപ്റ്ററിൽ അതിന് സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അത് വരും ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കാണും. വരും ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസിൽ അതുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത എന്തായിരുന്നു? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏത് വരും? 1 വരും. ഓക്കെ, അടുത്ത എന്ത് വരും? 11 വരും, 21 വരും, 31 വരും, ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഓക്കെ, ഇതിന് നമുക്കൊരു പാറ്റേൺ
അപ്പോൾ ഈ പാറ്റേൺ പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. എനിവേ ഞാൻ പറയുന്നുണ്ട്. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 1 minus 9 എന്ന് എഴുതിക്കൂടെ? ഓക്കെ ആണോ? അതേമാതിരി 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 2 minus 9 എന്ന് എഴുതിക്കൂടെ? 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 3 30 minus 9 21. അതേമാതിരി 31നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 4 40 minus 9 31. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിന്റെ nth ടേം എന്ത് വരും? സിമ്പിൾ ആണ്. ആ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്ത് വരും? 10n minus 9 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഇക്വേഷൻ, ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100th ടേം വരെ കണ്ടുപിടിക്കാം ഈ സീക്വൻസിൽ. അപ്പോൾ 100th ടേം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 10 into 100 1000 minus 9 എന്ന് വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എഡിറ്റിയോ? അപ്പോൾ ഇതാണ് ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, ലാസ്റ്റ് സീക്വൻസ് പറഞ്ഞിട്ടുള്ളത്, ലാസ്റ്റ് സീക്വൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6, ഒന്നിലോ അല്ലെങ്കിൽ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇനി ആരും വരും? 6 വരും, 11 വരും, 16 വരും, 21 വരും, 26 വരും, ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് നോക്കിയേക്കാം. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 1 minus 4. ക്ലിയർ ആണോ? അതേമാതിരി നമുക്ക് 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ നമ്മൾ എന്തെഴുതും? 5 into 2 10 minus 4. കറക്റ്റ് അല്ലേ? അതേമാതിരി 11നെ നമ്മൾ എങ്ങനെ എഴുതും? 5 into 3 15 minus 4. ഓക്കെ ആണോ? ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. 16നെ നമ്മൾ എങ്ങനെ എഴുതും? 5 into 4 20 minus 4. ക്ലിയർ ആണോ? അപ്പോൾ nth ടേം എന്ന് പറയുന്നത് എന്ത് വരും? nth ടേം എന്ന് പറയുന്നത് 5n minus 4 വരും. അപ്പോൾ നമുക്ക് 4 സീക്വൻസിന്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എക്സാമിന് ഇത് വെച്ച്, എക്സാമിന് എന്തായാലും നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഫോർമുല വെച്ച് ഡയറക്റ്റ് ഇതിന്ന് കിട്ടും. കിട്ടാവുന്നതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇപ്പം ഇത് കിട്ടിയില്ല വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിവേ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, ലോജിക്കലി ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന്. ഓക്കെയാണ് കരുതുന്നു.